ഹലോ, എന്നെ മനസ്സിലായോ? ജീന. ഇപ്പൊ എന്താ ചെയ്യണേ? ഞാൻ സ്റ്റേഡിയത്തിലൊരു കമ്പനിയിൽ വീഡിയോ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യാം. നീ ഇവിടെ ഇല്ലായിരുന്നല്ലേ? ഞാൻ ചെന്നൈയിലായിരുന്നു. ഇപ്പൊ വന്നിട്ട് ഒരാഴ്ച ചെയ്തേ ഉള്ളൂ. ഇപ്പൊ തന്നെ തിരിച്ച്? ഇല്ലടാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ ഒരു IELTS കോച്ചിങ് സെന്ററിൽ ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു. പിന്നെ എന്തൊക്കെയുണ്ട്? നീ ഓക്കെ അല്ലേ? എന്നാ ശരിടാ, പോട്ടെ, കാണാം. ജീന, നമ്പർ ഒന്ന് തരൂ ജീന. അതെന്തിനാ? അത് നീയേ നിന്റെ നമ്പർ താ, ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ വിളിക്കാം. അപ്പൊ ശരി. താനിവിടെ അനിയത്തിപ്രാവിലെ ചാക്കോച്ച കളിച്ചടന്നോ? ജോലി കിട്ടി ഇപ്പൊ മുങ്ങി. ഞാൻ നിന്നെ വിളിക്കായിരിക്കായിരുന്നു. അതെ, ഇനി ഞാൻ ലോട്ടറി എടുത്താലേ എനിക്ക് അടിക്കും. തന്നെയൊക്കെ കണ്ടുകിട്ടിയില്ലേ, ഇന്ന് ചെലവ് ചെയ്തിട്ട് പോയാൽ മതി. അൽഫാം വിത്ത് മയണൈസ്. ഞാനിവിടെ സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നതാ. സാധനം വാങ്ങിക്കോ? ഇല്ല. എന്നാ വേഗം വാങ്ങിക്കോ. തനിക്ക് വേറെ പണിയില്ലടോ? നീ തന്നെ പാടോക്കടാ. മേജർ ചേട്ടാ, ഇവരെ കൂടായ്പകളാണ്. വണ്ടി എടുത്ത് പോണല്ലടോ ചേട്ടനെ. ഇല്ലെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു. എന്താടാ നീ എന്റെ അനിയനെ കൊണ്ടിടന്ന് വിഷാദ രോഗിയാക്കോ? പോ. ഇപ്പൊ കാശ് എവിടെ നിന്ന് പേരുന്നോണയാ? എടോ, തന്റെ ഓഫീസിലെ പെൺപിള്ളേരൊക്കെ എങ്ങനെയുണ്ട്? എടാ, ഞാൻ ജീനനെ കണ്ട്. ഓഫീസിലാ? അല്ല, സിംതേരിൽ വെച്ചിട്ട്. എന്നിട്ട് താൻ പോയി മിണ്ടിയാ? അവള് വന്ന് സംസാരിച്ചു. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ലല്ലോ. താൻ അവിടെ കോടി റബ്ബർ ബാൻഡ് ഒടുങ്ങിയ കിടന്ന് ക്യാൻസർ ഉണ്ടായിരുന്നു. ഇതെന്തൊരു സ്റ്റാൻഡോ? എടുക്കടോ, ടെന്നീസ് സ്വല്പം വരും. എടാ, ഞാൻ ജീനനെ നമ്മൾ സിംതേരിൽ വെച്ച് കണ്ടപ്പോഴേ നമ്മുടെ പള്ളിയുടെ മുമ്പിലിരിക്കുന്ന റാഫേലിയ മാലാക്കില്ലേ, അത് മുന്നിൽ നിർത്തടോ. എന്ത് കത്തിയാണോ താൻ? സിനിമയിലും അതെ, ജീവിതത്തിലും അതെ. പ്രേമം വന്നു കഴിഞ്ഞാൽ എല്ലാവരും പദ്യം ചൊല്ലാൻ തുടങ്ങും. തനിക്കും കിട്ടിയത് മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലേ വണ്ടീന്ന് തള്ളിയിടും ഞാൻ. മിണ്ടാണ്ടിരുന്നോ? നീ എന്നൊരു സ്ഥലം വരെ കൊണ്ടുപോയാലും ഞാൻ നിനക്ക് അൽഫാം മേടിച്ചുതരാം. എവിടെ? ചീനയുടെ വീടിൻ്റെ ഒരു അടുത്തായിട്ട്. ഒറ്റയ്ക്ക് പോയാ മതി, ഞാൻ വരുമൊന്നുമില്ല. പ്ലീസ്. താൻ എന്റെ നാട്ടുകാരുടെ തല്ലു മുഴുവൻ കൊള്ളിക്കൂലോ. വരാം, പക്ഷെ ഞാനൊരു ക്വാർട്ടർ അൽഫാം കൂടെ പാർസൽ വാങ്ങും. ഓക്കെ? ആയിക്കോട്ടെ. എന്നല്ല പോവല്ലേ? ഇതെന്താ ഇവിടെ നിർത്തിയ? ഞാൻ അങ്ങോട്ടേക്കൊന്നും വന്നില്ല, എനിക്കെങ്ങും വയ്യ. ഇവിടെ അധികം നേരം നിന്ന് ആൾക്കാർ വെക്കും. എന്തി പോണില്ലേ? പോവണ്ടെങ്കിൽ പോയിട്ട് വാ, ഇല്ലെങ്കിൽ വാ പോവാം. ഇതൊന്നും പിടിക്കും. ഇതെന്തുട്ടാണ്? വേഗം വന്നോട്ടാ. क्या करती है? മലയാളി ആണല്ലേ? എന്താ ഇവിടെ? ഞാനിവിടെ ഒരു കൂട്ടുകാരനെ തപ്പി ഇറങ്ങിയതാ. കൂട്ടുകാരൻ? നീ എവിടെയുള്ള? ഞാനിവിടെയൊക്കെ തന്നെ ഉള്ളതാ. കറക്റ്റ് സ്ഥലം പറ. കപ്പേളയുടെ ബാക്കില്. ബാക്കില് ഗേറ്റുള്ള വീട്. വീട്ടു പേര് പറയടാ. പ്ലാവരുത്തി. പ്ലാവരത്തില ചാക്കപ്പൻ ചേട്ടന്റെ മോൻ. അതായത് യോഹന്നാൻ ചേട്ടന്റെ പേരൊക്കെടാവ്. നിന്റെ എവിടെയും കണ്ടിട്ടില്ല. നീ ജയിലിലായിരുന്നു? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു.
നിന്റെ അപ്പൂപ്പൻ ഭയങ്കര തമാശക്കാരനായിരുന്നു. പണിക്ക് വന്ന പണി എടുക്കുകയില്ല, മറ്റുള്ളവരെ കൊണ്ട് പണി എടുപ്പിക്കുകയില്ല. ചിരിപ്പിച്ച് കൊല്ലും. ഗേറ്റ് അടച്ച നീ വല്ല പട്ടി വന്ന് കേറൂട്ടാ. ഇവിടെ ആകെ പട്ടിയോളെ ശല്യാണ്. അതൊക്കെ ഞാൻ അടച്ചു. അന്ന് മുങ്ങിയ സുരേഷ് പിന്നെ പൊങ്ങിയത് കോയമ്പത്തൂരാ. സൂപ്പറേ. കൊനേക്കും ഇതെന്റെ ഒരു കൂട്ടുകാരനാ. ഞങ്ങള് വേറെ ഒരു കൂട്ടുകാരനെ തപ്പി ഇറങ്ങിയതാ. ഓ ഒക്കെ ബംഗാളിയുടെ മുഖം പോലെ ഇരിക്കുന്നത്. അപ്പൊ പോട്ടേടാ. പിന്നെ ഒന്നും വിചാരിക്കരുതാ. എന്തു പറ്റി? ഞാൻ ആദ്യം ഹിന്ദി പറഞ്ഞ എന്താണെന്നറിയോ? അന്യഭാഷക്കാർ ഇവിടെ വന്ന് അതിലെ കുരിശ് വരച്ചത്. പ്രാർത്ഥിക്കാനാണോ? അല്ല, കക്കാൻ. കക്കാനാ? അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞേട്ടാ. കൊഴപ്പില്ല. അപ്പൊ ഞാൻ യോഹന്നാനെ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കണം. പറഞ്ഞേക്കാം. ആരന്വേഷിച്ചെന്ന് പറയും? ആരന്വേഷിച്ചെന്ന് പറയണം. അമ്പി. 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 അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരൻ തപ്പിട്ട് ഇമാതിരി പരിപാടിക്ക് മേലെ വിളിക്കരുത്. ഒറ്റയ്ക്ക് പൊക്കോണം. അൽഫാം വാങ്ങിച്ചേരാടാ. കൽഫാം തന്റെ മേജോ ചേട്ടാ, താനേ ഈ പൈങ്കിളി പരിപാടിയൊക്കെ വിട്ടിട്ടെ കൗശലകരമായിട്ട് എന്ന് പുള്ളിക്കാരുടെ അടുത്ത് കമ്പനി അടിക്കാൻ നോക്ക്. അല്ലെങ്കിൽ നിർത്ത്. അല്ലാണ്ട് ഒരുമാതിരി മുട്ട കൊടുത്ത് വെച്ചിട്ടുണ്ടാ. നീ കൈ കഴിയാ? അപ്പച്ചൻ വീട്ടിലൊരാഴ്ചയായിട്ട് പുട്ടും കടലയാണ്. എത്രാന്ന് വെച്ചിട്ടാണ് കഴിക്കണേ? ഹൈ, നീ പിന്നെ ഇപ്പൊ കഴിക്കണ എന്താണ്? ഇവിടത്തെ പുട്ടല്ലല്ലോ അവിടത്തെ പുട്ട്. അപ്പച്ചന്റെ പുട്ട് സൂപ്പർ അല്ലേ? ഓറഞ്ചും പുട്ടും അപ്പച്ചൻ കഴിച്ചിട്ടുണ്ടാ? വൻ കോംബോ ആണ്. കിടിലൻ. ഒരു ജീന ജീന അല്ലപ്പച്ചൻ, ആരീ ജീന? അത് തന്നെ ഞാൻ നിന്നോട് ചോദിക്കണ. ആരാണ് ജീന? ആരെങ്കിലും ആവട്ടെ. ഹലോ. ഹലോ. ആ, ഈ നീ എന്താ രാവിലെ വിളിച്ചത്? അതെന്റെ കൈ തട്ടി കോളായതാ. ഞാൻ നിനക്ക് മെസ്സേജ് ഇടാൻ നോക്കിയപ്പോ. എന്താ പരിപാടി? എപ്പോഴോ ഓഫീസിൽ നിന്ന് ഇറങ്ങണേ. ഞാൻ ഇറങ്ങുക. എന്താടാ? നമുക്കേ ഒരു കോഫി കുടിക്കാൻ പോയാൽ? അതിന് കോഫി കുടിക്കാൻ മാത്രം നമ്മൾ തമ്മിൽ കമ്പനി ആയോ? അതെങ്ങനെയാണ് അങ്ങനത്തെ ഒരു കമ്പനി ആവുക? അതായിട്ടിപ്പോ എന്തിനാ? നമുക്ക് നാളെ കോഫി കുടിക്കാൻ പോയാലോ? അതിന്റെ നാളെ കമ്പനി ആവും നിന്നോട് ആരാ പറഞ്ഞേ? പോയാ? എന്നാ ശരി. എന്നാ ശരി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഓക്കെ. നീ ആരോട് ചോദിച്ചിട്ട് എൻ്റെ ഓഫീസിന് ഫ്രണ്ടിൽ വന്ന് നിന്നേ? അല്ല, ചോദിച്ചാ നീ വരാൻ സമ്മതിക്കും. ഇനിയൊരു കോഫി കുടിക്കാൻ പോയാലോ?